ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് മിക്സിയുടെ ജാറിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നന്നായിട്ട് കറുത്ത ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ്. ഇതിൽ 2 കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് കറുത്ത നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ഇത് നന്നായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒന്ന് പാലും കൂടൊക്കെ ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ ടിന്ന്. ഇതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മൈദ തൂക്കി കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഇതും സെറ്റ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാവേ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ഒരു ഉണങ്ങിയ ജാറായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്കിന് ഒരു ഉളുമ്പ് സ്മെല്ല് വരും. ഈ മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. മുട്ടയും ഈ വാനില എസൻസിൻ്റെ ഇത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് വരണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള മൊത്തം നമ്മൾ ഒരു 1/4 കപ്പ് പാലാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി 2 ടീസ്പൂൺ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ, 250 ml കപ്പിലാണ് എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ടീസ്പൂണാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ബനാനയുടെ ഇതില്ലേ, നേന്ത്രപ്പഴം അരച്ചത്, അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് മിക്സിയിൽ ലോ സ്പീഡിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കണ്ടമാനം ഇട്ട് അടിക്കണ്ട, എല്ലാം ഒന്ന് മിക്സ് ആകുന്ന പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. ഇത് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്. അപ്പം നമ്മൾ നേരത്തെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അകത്ത് നിറയെ ബബിൾസ് കാണും. ബബിൾസ് എല്ലാം ഒന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു ചെരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുവമാണ് വെച്ചിരിക്കുന്നത്. ചെരുവത്തിനകത്ത് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്താണ് ഇറക്കി വെക്കുന്നത്. കട്ടിയുള്ള ചെരുവോ അല്ലെങ്കിൽ കുക്കറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റോളം എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.